ഹലോ ഫ്രണ്ട്സ്, ചില യാത്രകൾ നമ്മുടെ ലൈഫിൽ വളരെ യാദൃച്ഛികമാണല്ലേ. അപ്പം അതുപോലൊരു യാത്രയാണിത്. നമ്മൾ ഈ വെക്കേഷൻ തുടങ്ങിയപ്പോൾ മുതൽ നമ്മുടെ ഫാമിലി കസിൻസൊക്കെ ഒരുപാട് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ സാഹചര്യം മൂലം ഒന്നും തന്നെ നടന്നില്ല കേട്ടോ. ഇത് വളരെ യാദൃച്ഛികമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ ഈ ട്രിപ്പിൻ്റെ പ്രത്യേകത എൻ്റെ കൂടെ വിഷ്ണു ഇല്ലായിരുന്നു. ഞാൻ ചേച്ചിയുടെയും ചേട്ടൻ്റെയും അവരുടെ നെയ്ബേഴ്സിൻ്റെയും കൂടെയാണ് പോയത്. പക്ഷേ എല്ലാവരും ഒരു ഫാമിലി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് പോയത്. അതുകൊണ്ട് ഫുഡിന് വേണ്ടി നമുക്ക് പൈസ ഒന്നും വേസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. വണ്ടിയിൽ എല്ലാവരും ഭയങ്കര ചില്ലാണ്, ഡാൻസ് പാട്ട് ഭയങ്കര അടിപൊളിയാണ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്ഥലമെത്തി. ഇത് വന്നിട്ട് വാഗമൺ വ്യൂ പോയിൻ്റ് ആണ്. ഇത് മിക്കവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം വാഗമണ്ണ് പോകുന്ന എല്ലാവരും ഇവിടെ ഇറങ്ങി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നതാണ്. അപ്പോൾ ഓരോ വർഷം വരുന്നോറും എന്തൊക്കെയോ പുതിയ പുതിയ കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട് അവിടെ നിന്ന് കുറേ നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. നല്ല തണുത്തൊരു കാലാവസ്ഥയാണ്, നല്ല രസമാണ്. നമ്മൾ വന്നത് മഴ സീസണാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ നല്ലൊരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കുടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ പോകുന്നത് വാഗമൺ മൊട്ടക്കുന്നിലാണ്. ഇതും എല്ലാവർക്കും അറിയാവുന്ന വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. അവിടെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തതിൻ്റെ അകത്ത് കയറി. ഞാൻ ഒരുപാട് വട്ടം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും വിഷ്ണു ഇതിന് മുന്നേ ഒരു വട്ടം ഒറ്റയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാം പോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ വീഡിയോ എടുത്തു, എല്ലാം എഡിറ്റ് ചെയ്താണ്. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ പോയി. അതുകൊണ്ട് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇത്തവണ ഞാൻ ശപഥം ചെയ്താണ് പോയത്, എല്ലാ വീഡിയോയും ഞാൻ കവർ ചെയ്യും, പോസ്റ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മൾ മൊട്ടക്കുന്നിൽ ചെന്നപ്പം നല്ല കാലാവസ്ഥയായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു, ചൂടുണ്ടായിരുന്നു, നല്ല അത്യാവശ്യം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ കാലാവസ്ഥയായിരുന്നു. അവിടെ അപ്പുറത്തെ അക്കരെയൊക്കെ കാണാൻ പറ്റും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെയല്ല. നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ അപ്പോൾ കണ്ടു എല്ലാവരും പട്ടം പറത്തുന്നുണ്ട്. ഒത്തിരി പേരിങ്ങനെ പറത്തുന്നുണ്ട്. ഈഗിളിൻ്റെ ഷേപ്പുള്ള പട്ടമായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് ഈദായതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി മൊട്ടക്കുന്നിലോട്ട് കയറുവാണ്. അപ്പോൾ ഒരുപാടൊന്നും പോയില്ല. നമ്മൾ വേറെ സ്ഥലങ്ങൾ പോകാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ മൊട്ടക്കുന്നിൽ നിന്ന് തന്നെയാണ് ബാക്കി എൻജോയ് ചെയ്തത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അപ്പുറത്തെ മല കാണാം, മൊട്ടക്കുന്നുകൾ കാണാം. പക്ഷേ അടുത്ത ക്ലിപ്പിൽ നിങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല. കാരണം ഇതായിരുന്നു അവസ്ഥ. കാരണം ഫുള്ള് കോട താഴോട്ട് ഇറങ്ങി വന്നിട്ട് മൊത്തത്തിൽ മഞ്ഞായിരുന്നു. അതായത് കുന്നുകളോ മൊട്ടക്കുന്നുകളോ അപ്പുറത്തെ മലകളോ ഒന്നും തന്നെ കാണാൻ പറ്റത്തില്ല. അടുത്ത് നിൽക്കുന്ന ആളെ പോലും നമുക്ക് നേരെ ചൊവ്വേ കാണാൻ പറ്റുന്നില്ലായിരുന്നു. ഭയങ്കര മഞ്ഞ് മൂടി, നല്ല രസമായിരുന്നു കേട്ടോ. എന്നെ സംബന്ധിച്ച് എനിക്കിത് ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇത്ര അടുത്ത മഞ്ഞ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ നമ്മൾ വന്ന സമയം എന്തായാലും അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് മാക്സിമം എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ വീണ്ടും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പതുക്കെ താഴോട്ട് ഇറങ്ങി. അപ്പോഴത്തേക്കും മഞ്ഞൊക്കെ പതുക്കെ പോകാൻ തുടങ്ങി. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കംപ്ലീറ്റ് മഞ്ഞൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ കുട്ടികൾ അവിടെ പേരമരത്തിൽ കയറിപ്പോട്ട്. ഞങ്ങൾ വന്ന ക്ലൈമറ്റ് അടിപൊളിയായിരുന്നു ഗൈസ്. അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ അടുത്ത വീഡിയോയിലിടാം. അപ്പം എല്ലാവർക്കും ബൈ.